ഹായ് ഓൾ, വെൽക്കം ടു KS ഓൺ. ഞാനിന്ന് മാത്സിലെ പേഴ്സൻറ്റേജ് എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതിലെ കുറച്ച് കൺസെപ്റ്റും ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ഫ്രൂട്ട് സെല്ലർ ഹാഡ് സം ആപ്പിൾസ്. ഹി സെൽ 40% ഓഫ് ആപ്പിൾ ആൻഡ് സ്റ്റിൽ ഹാഡ് 420 ആപ്പിൾസ്. ഫൈൻഡ് ഹൗ മെനി ആപ്പിൾസ് ഹി ഒറിജിനലി ഹാഡ്. ടോട്ടൽ അയാളുടെ എത്രയോ ആപ്പിൾസ് ഉണ്ടായിരുന്നു, അതിൽ 40% ആപ്പിൾ അയാൾ സെല്ല് ചെയ്തു അല്ലേ. അത് കഴിഞ്ഞ് ബാക്കി അയാളുടെ 420 ആപ്പിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ അല്ലെങ്കിൽ തുടക്കത്തിൽ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾസ് ഉണ്ടായിരുന്നാണ് ചോദിക്കുന്നത്. സിമ്പിളായിട്ട് പേഴ്സൻറ്റേജിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കിയേ, നമ്മളുടെ കയ്യിൽ ആ ഫ്രൂട്ട് സെല്ലറിൻ്റെ കയ്യിൽ എക്സ് ആപ്പിൾസ് ഉണ്ടായിരുന്നെങ്കിൽ അതിലെ 40% ഓഫ് എക്സ് അയാൾ വിറ്റു അല്ലേ. ബാക്കി എത്ര ഉണ്ട്? ടോട്ടൽ നമുക്കറിയാം 100% എന്നാണ് പറയുന്നത് അല്ലേ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100% ആണ്. അതിൽ 40% അയാൾ വിറ്റെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 100 - 40 60%. ക്ലിയർ അല്ലേ? ഇത് 60% ഓഫ് എക്സ് ആണ് അയാളുടെ കയ്യിലുള്ളത് അല്ലേ. ഇത് വിറ്റത്. ഓക്കെ, ഇത് റിമൈനിങ്. അത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്? അത് 420 ആണ് തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് 60% ഓഫ് എക്സ് 420. അങ്ങനെയാണെങ്കിൽ എക്സ് അതാണ് നമ്മുടെ ഒറിജിനലി ഉണ്ടായിരുന്നല്ലേ, അത് കണ്ടുപിടിച്ചാൽ പോരായോ? ഓക്കെ, ദറ്റ് ഈസ് 60/100 of x will be equal to 420. That is x will be equal to, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താൽ പോരായോ? 420 into 100. ക്ലിയർ അല്ലേ? ദറ്റ് ഈസ് 60x. ദറ്റ് ഈസ് x will be equal to 420 into 100/60. ഇതൊറ്റ സ്റ്റെപ്പ് ചെയ്തോളുക. ജസ്റ്റ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 0 0 കട്ട് ചെയ്യാം, 6 വെച്ച് ക്യാൻസൽ ചെയ്യാം, 7. ദറ്റ് ഈസ് x equal to 700. ക്ലിയർ ആണോ? ഇതാണ് എക്സ് വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് പേഴ്സൻറ്റേജ് വെച്ച് ജസ്റ്റ് പേഴ്സൻറ്റേജിൻ്റെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ട്? നമുക്കറിയാം 100% എന്ന് പറഞ്ഞാൽ ഒറിജിനൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 100 ആണെന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, ദെൻ 60% 420 ആണെന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, 60% 420. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 100% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? ഇനി ഈ 60 എങ്ങനെയാണ് 420 ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ 60 into 7 ചെയ്താൽ 420. അത് തന്നെ താഴെ ചെയ്താൽ മതി, ആൻസറായി 700. ക്ലിയർ ആണോ? 60% 420 ആണെങ്കിൽ 100% എത്രയാണ്? ക്ലിയർ ആണോ? അപ്പോൾ ഈ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 100 into 420/60 അല്ലേ. അതായത് 60% 420 ആണെങ്കിൽ നമ്മൾ പറയും 1% എത്രയാണ്? 420/60 അല്ലേ. പിന്നെ 100% കണ്ടുപിടിക്കാൻ ഇൻറ്റു 100. അത് ചെയ്യുന്നതാണ് ഇങ്ങനെ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: if 35% of a number is 12 less than 50% of that number. ഏതോ ഒരു നമ്പർ, let it be x. 35% of x എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഈക്വൽ ടു 12 ലെസ് ദാൻ 50% ഓഫ് എ നമ്പർ. ആ നമ്പറിൻ്റെ 50%ൽ നിന്ന് 12 കുറയ്ക്കുന്നതാണ് ഈ നമ്പറിൻ്റെ 35% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പറിനെ വിളിക്കാം. ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? സോൾവ് ചെയ്താൽ പോരായോ? എക്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നാൽ 50% ഓഫ് എക്സ് മൈനസ് 35% ഓഫ് എക്സ് അല്ലേ. ഇത് ഇവിടെ നിന്ന് മൈനസ് ആയി, ഈ 12 പുറത്ത് പോകുമ്പോഴത്തേക്ക് പ്ലസ് ആയി, ഈക്വൽ ടു 12. ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സ്റ്റെപ്പ് എഴുതാൻ പറ്റണം ഇത് വായിക്കുമ്പം. അത്രയേ ഉള്ളൂ. അതായത് എപ്പോഴും ആലോചിക്കുക, എന്തെങ്കിലും ലെസ് ആണ് മോർ ആണെന്നൊക്കെ പറഞ്ഞാൽ, അതായത് എ ഈസ് 2 മോർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 2 അല്ലേ. ഇനിയും പറയുക എ ഈസ് 2 ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി മൈനസ് എ ഈക്വൽ ടു 2. നമുക്കറിയാം എ ലെസ്സാന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ചെറുതാ അല്ലേ. അപ്പോൾ ബി മൈനസ് എ ഈക്വൽ ടു 2 എന്നർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താ? എ മൈനസ് ബി ഈക്വൽ ടു. അപ്പോൾ എവിടെയെങ്കിലും ഒരു മോറോ ലെസ്സോ എന്ന് വന്നാൽ അതായത് രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കിക്കോളാം. അത് ഇവിടെ നിന്നല്ല, ഏതൊരു ടോപ്പിക്കിലും, മാത്സിൻ്റെ ഏതൊരു ടോപ്പിക്കിലും ഇതേപോലെ വരാം. അപ്പോൾ നമ്മളോട് പറയുവാണ് ഒരു ഡിസ്റ്റൻസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പറയും ഒരു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 2 കിലോമീറ്റർ ലെസ് ദാൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 കിലോമീറ്റർ ലെസ് എന്ന് വെച്ചാൽ രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 12 കിലോമീറ്റർ അല്ലേ. ഇനി വേറെ പറയാം 2 അവർ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 അവർ ലെസ് അല്ലേ. അപ്പോൾ ഏതോ രണ്ട് ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ പറയുന്നത് എന്താ? 35% ഓഫ് എ നമ്പർ ഇസ് 12 ലെസ് ദാൻ 50% ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇത്ര ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതിക്കോളാം. 50% ഓഫ് എക്സും 35% ഓഫ് എക്സും ആണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? ഈ 12 അല്ലേ. സോ 50 - 35 എത്ര? എടുത്തേ 5.
15 അല്ലേ, 15% ആണ് 12 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 15% ഓഫ് എക്സ് ആണ് 12 എങ്കിൽ എക്സ് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ എഴുതേണ്ടിട്ടാണെങ്കിൽ 15% 12 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 100% അല്ലേ, 100% കാണുക. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഇല്ലെങ്കിൽ ക്രോസ് ചെയ്തോളുക. 100 ഇൻറ്റു 12/15. സോൾവ് ചെയ്തേ. 3 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി, ഇവിടെ 5 ആയി. Then 5ഉം 100 കൂടെ കട്ട് ചെയ്താൽ 20. So 20 into 4, 80 is the answer. 15% 12 ആണെങ്കിൽ 100% 80. Okay, so the number, അതായത് 15% of x 12 ആണെങ്കിൽ x കണ്ടുപിടിക്കുക, അത് തന്നെ ഉള്ളൂ. ഓക്കെ, the number 80 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. By how much percent is 4/5 of 70 lesser than 5/7 of 112? ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ കയ്യിൽ രണ്ട് നമ്പർ ഉണ്ട്, A 80, B 90. രണ്ട് നമ്പർ തന്നിട്ട് നമ്മളോട് ചോദിക്കും എന്താണ്, ഇപ്പോൾ ഇതിനകത്ത് ഏതാ കൂടുതൽ, എ ചെറുതും ബി വലുതും അല്ലേ. അതായത് എ ഈസ് എന്താ നമുക്ക് പറയാം 10 ലെസ് ദാൻ ബി, ബിയെക്കാട്ടിൽ 10 കുറവാണ്. ബി എന്ന് പറഞ്ഞാണെങ്കിൽ 10 മോർ ദാൻ എ, എയെക്കാട്ടിൽ 10 കൂടുതലാണ്. നമ്മളോട് ഇതിൻ്റെ പേഴ്സൻറ്റേജ് ചോദിക്കും. അതായത് ഇങ്ങനെ ചോദിക്കാം, ബി ഈസ് how much percent more than A, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അതേപോലെ തന്നെ ചോദിക്കാം, A is how much percent less than B. ക്ലിയർ ആണോ? അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, എത്ര പെർസെന്റ് കൂടുതലാണ്, പെർസെൻറ്റേജ് എത്ര കൂടുതലെന്ന് ചോദിച്ചാൽ, ബി എത്ര കൂടുതലെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആ ഡിഫറൻസ് ആണ് 10 അല്ലേ. ഇനി എത്ര ശതമാനമാണെന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, 10 ബൈ താഴെ എന്താ ബേസ് എഴുതണം അല്ലേ. ഏതാണോ ചോദിക്കേണ്ടത്, അതായത് മോർ ദാൻ എ, എയേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ താഴെ ഏതാ എ എഴുതണം. മനസ്സിലായോ? അതായത് തുടങ്ങുന്ന എവിടെയാണെന്ന് ആലോചിക്കുക. 90 ആണ് ബി അല്ലേ, അത് 80യേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓർത്താലും മതി, ഒന്ന് ഈ ദാൻ വരുന്നത് താഴെ വരിക എന്ന് ഓർക്കുക. ക്ലിയർ ആണോ? അപ്പം എ എത്ര, 80 ഇൻറ്റു 100. ക്ലിയർ ആണോ? ഇനി ഇവിടെ ആണെങ്കിലോ, എ ഈസ് ഹൗ മച്ച് പെർസെന്റ് ലെസ് ദാൻ ബി, ബിയേക്കാൾ എത്ര കുറവാണ് എ, എത്ര കുറവാണെന്ന് ചോദിച്ചാൽ 10 അല്ലേ, ബൈ താഴെ ബേസ് എന്താ ലെസ് ദാൻ ബി, ബിയേക്കാൾ എത്ര കുറവാണെന്ന് ചോദിക്കുന്നത് അല്ലേ, 90 ഇൻറ്റു 100. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളോട് രണ്ട് നമ്പർ തന്നിട്ടായിരിക്കും പെർസെൻറ്റേജ് ലെസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മോർ എന്നുള്ളത് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ ഇത് ഓർത്തിരിക്കുക, പെർസെൻറ്റേജ് മോർ എന്ന് ചോദിച്ചാൽ അതേപോലെ പെർസെൻറ്റേജ് ലെസ്, അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം, പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റ് എത്ര ശതമാനം കൂടുതലാണ് എത്ര കുറവാണ് എന്ന് ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ള ടേമിലും ചോദിച്ചാൽ താഴെ അല്ല മേളിൽ ന്യൂമറേറ്റർ എന്നാൽ ഡിഫറൻസ് ആയിരിക്കും അല്ലേ, ആ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ്. താഴെ ഒന്ന് ഞാൻ പറഞ്ഞു ഈ ദാൻ വരുന്നത് ഓർക്കുക, ദാൻ ആരുടെ കൂടാണ് വരുന്നത് അത് നമുക്ക് ഡിനോമിനേറ്റർ എഴുതാം. അല്ലെങ്കിൽ ഓർക്കുക, മോർ ചോദിച്ചാൽ എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ താഴെ ലെസ്സർ നമ്പർ, ഒരു ചെറിയ നമ്പറിൽ നല്ല എത്ര കൂടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ലെസ്സർ നമ്പർ ഇൻറ്റു 100. ഇത് ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പമാണ്. ക്ലിയർ ആണോ? പെർസെൻറ്റേജ് മോർ ചോദിച്ചാൽ ഡിഫറൻസ് ബൈ ലെസ്സർ നമ്പർ ഇൻറ്റു 100. പെർസെൻറ്റേജ് ലെസ് ആണ് ചോദിക്കുന്നതെങ്കിലോ ഡിഫറൻസ് ബൈ ലാർജർ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആണോ? ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് നമുക്ക് പലയിടത്തും ഇതേപോലെ ദിവസം ഇങ്ങനെ ഡയറക്റ്റ് എ ഈസ് വാട്ട് പെർസെൻറ്റ് ഓഫ് ബി എന്നല്ല, നമുക്ക് പലയിടത്തും ഇതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മോർ പെർസെൻറ്റേജ് ലെസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് മോർ ചോദിച്ചാൽ എന്തെങ്കിലും അവരുടെ ഡിഫറൻസ് എടുക്കുക, താഴെ ലെസ്സർ നമ്പർ കൊടുക്കുക ഇൻറ്റു 100. ഇനി പെർസെൻറ്റേജ് ലെസ് ആണ് ചോദിക്കുന്നെങ്കിലോ ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ ആ രണ്ടെണ്ണത്തിലെ ലാർജർ നമ്പർ ഇൻറ്റു 100. ഒന്ന് നോക്കിയേ, by how much percent is 4/5 of 70 lesser than 5/7 of 112? ഇപ്പോൾ രണ്ട് നമ്പർ ഉണ്ട്, നമ്മൾ ആദ്യം നമുക്ക് രണ്ട് നമ്പർ കണ്ടുപിടിക്കാം. 4/5 of 70 സോൾവ് ചെയ്ത് കട്ട് ചെയ്താൽ 1 14 ഇൻറ്റു 4 16 56. ഫസ്റ്റ് നമ്പർ 56. രണ്ടാമത്തെ നമ്പറോ 5/7 of 112. ഓക്കെ, 7 വെച്ച് കട്ട് ചെയ്തേ 1 60 അല്ലേ, 16 ഇൻറ്റു 5 80. അപ്പോൾ നമ്മുടെ രണ്ട് നമ്പർ ഉണ്ട് 56 80. ഇനി ചോദിക്കുന്നത് എന്താ, ബൈ ഹൗ മച്ച് പെർസെൻറ്റ് ഈസ് 4/5 of 7 56 ലെസ്സർ ദാൻ 80 അല്ലേ. അപ്പം ഇങ്ങനെ ആലോചിക്കുക, പെർസെൻറ്റേജ് ലെസ് ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, പെർസെൻറ്റേജ് ലെസ് കാണണം, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 80
മൈനസ് 56 ബൈ താഴെ ഏതാ കൊടുക്കേണ്ടത്? ലെസ് ആണെങ്കിൽ ലാർജർ നമ്പർ കൊടുക്കുക. ഇതിലെ ലാർജർ നമ്പർ 80 ഇൻറ്റു 100. ക്ലിയർ ആണോ? സോൾവ് ചെയ്താൽ പോരായോ? 80 മൈനസ് 56 24 ബൈ 80 ഇൻറ്റു 100. സോൾവ് ചെയ്തേ. 0 ഒരു 0 കട്ട് ചെയ്തു, 8 24 കട്ട് ചെയ്തു, 3, ദറ്റ് ഈസ് 30%. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? 30%. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ, അപ്പൊ ഇത് ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതേപോലെയാണ്, അതായത് എന്തെങ്കിലുമൊക്കെ ഡേറ്റ കാണാം, ആ നമ്പർ നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. അങ്ങനെ രണ്ട് നമ്പർ തന്നിട്ട് നമ്മളോട് പെർസെൻറ്റേജ് ലെസ്സോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് മോറോ ചോദിക്കാം. ഇപ്പൊ നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരപ്പോ ഒരു കാർ സെയിൽ, ഈ വർഷത്തെ കാർ സെയിൽ ഇതാണ്, അടുത്ത വർഷം ഇത്രയുമാണ്, അപ്പൊ എത്ര ശതമാനമാണ് കൂടിയത് അല്ലെ, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് മോർ ആണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എത്ര ശതമാനം കുറഞ്ഞു അല്ലെ, അപ്പൊ പെർസെൻറ്റേജ് ലെസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ രണ്ട് വാല്യൂ ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസും പെർസെൻറ്റേജ് ഡിക്രീസും നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. എന്താ, ന്യൂമറേറ്റർ പാർട്ട് ഡിഫറൻസ് ആണ് അല്ലെ. ഡിനോമിനേറ്റർ വരുന്ന എന്താ, പെർസെൻറ്റേജ് മോർ ചോദിച്ചാൽ ലെസ്സർ നമ്പർ കൊടുക്കുക, പെർസെൻറ്റേജ് ലെസ് ചോദിച്ചാൽ ലാർജർ നമ്പർ കൊടുക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two numbers are less than a third number by 30% and 37% respectively. അപ്പോൾ മൂന്ന് നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3. അങ്ങനെ മൂന്ന് നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ടു നമ്പേഴ്സ് ആർ ലെസ് ദാൻ എ തേർഡ് നമ്പർ. അപ്പോൾ തേർഡ് നമ്പർ പെർസെൻറ്റേജ് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ് എന്ന് അസ്യൂം ചെയ്യാം. പെർസെൻറ്റേജ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അസ്യൂം ചെയ്യാൻ എളുപ്പമുള്ള വാല്യൂ ഏതാ? 100 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 100 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 30% എത്രയാണ്, അതിന്റെ 40% എത്രയാണ് എന്നൊക്കെ പറഞ്ഞാലോ, അല്ലെങ്കിൽ 30% ഇൻക്രീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? ക്ലിയർ ആണോ? അപ്പോൾ നോക്കിയേ, 100 ആണ് ഞാൻ തേർഡ് നമ്പർ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് എന്താണ് പറഞ്ഞേക്കുന്നത്? ഒന്ന് 30% ലെസ്, 30% കുറവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 100ന് 30% എന്ന് പറഞ്ഞാൽ 30 അല്ലേ. സോ അത് മൈനസ് ചെയ്താൽ നമ്മുടെ നമ്പർ 70 എന്ന് കിട്ടും. ഓക്കെ, 70. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമുക്ക് 70 എന്ന് കിട്ടി. അടുത്തതോ, രണ്ടാമത്തെ നമ്പർ 37% ലെസ്, അതായത് 37% കുറവാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, 100ൽ നിന്ന് 37 മൈനസ്, അല്ലെങ്കിൽ 37 ആണ് 37% അല്ലെ. 100ന്റെ 37%, 37 അത്രയും നമ്മൾ കുറയ്ക്കുന്നു. ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ കൂട്ടുന്നു അല്ലെ. 100 ആകുമ്പോൾ നമുക്ക് വേഗം എഴുതാം. 20% ആണെങ്കിൽ 120, 30% ആണെങ്കിൽ 130, ഇൻക്രീസ് ആണെങ്കിൽ. ഡിക്രീസ് ആണെങ്കിൽ 20% കുറയുമ്പോൾ എത്ര വരും? 80 വരും. 30% കുറയുമ്പോൾ 70 വരും അല്ലെ. ഓക്കെ, അപ്പോൾ 100 മൈനസ് 37 എന്ത് വരും? 3, 63. ക്ലിയർ അല്ലേ? അപ്പോൾ 70 കിട്ടി, 63 സെക്കൻഡ് നമ്പർ കിട്ടി, തേർഡ് നമ്പർ 100. ക്ലിയർ ആണോ? ഇനി ചോദിക്കുന്നത് എന്താ? The person by which second number is less than the first number. സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പറിനെക്കാട്ടി എത്ര ശതമാനം കുറവാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ കയ്യിലുള്ളത്. പെർസെൻറ്റേജ് ലെസ് കാണുക. നോക്കിയേ, പെർസെൻറ്റേജ് ലെസ് കാണാൻ എന്ത് ചെയ്യണം? ഇവരുടെ ഡിഫറൻസ് എടുക്കുക. 70 മൈനസ് 63. ലെസ് ആയതുകൊണ്ട് ലാർജർ നമ്പർ, അല്ലെങ്കിൽ നോക്കിയ ദാൻ വന്നേക്കുന്നുണ്ടോ? ഫസ്റ്റ് നമ്പറിനേക്കാൾ എന്നാ ചോദിക്കുന്നത്. അപ്പൊ താഴെ ഫസ്റ്റ് നമ്പർ എടുക്കുക അല്ലെ. 70 ഇൻറ്റു 100. ക്ലിയർ ആണോ? ദറ്റ് ഈസ് 7 by 70 ഇൻറ്റു 100, ദറ്റ് ഈസ് 10%. ഓക്കെ അല്ലേ? അടുത്തത്, ഞാൻ പെർസെൻറ്റേജിൽ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട് എക്സ്, അതിനെ ഞാൻ 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ എന്തായിരിക്കും? പുതിയ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 10% ഓഫ് എക്സ് അല്ലേ. എക്സിന്റെ കൂടെ എക്സിന്റെ 10% എത്രയാണോ അത്രയും കൂടെ ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അതേപോലെ ഇതിനെ ഇനി ഞാൻ എഴുതാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. എക്സ് പ്ലസ് 10/100x എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി ഇതിനെ ഞാൻ 100x പ്ലസ് 10x/100 എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഇതിനെ ഞാൻ 110x/100 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ? 110x/100 പറഞ്ഞാൽ 110% ഓഫ് എക്സ് അല്ലെ. അപ്പൊ അതായത് എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, അതിനെ ഞാൻ 10% ഇൻക്രീസ് ചെയ്താൽ പുതിയ നമ്പർ എന്താ? 110% ഓഫ് എക്സ്. ഇതേപോലെ ഡയറക്റ്റ് എഴുതിക്കൊള്ളുക. ക്ലിയർ ആണോ? ഇനി 20% ഇൻക്രീസ് ചെയ്തു പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 120% ഓഫ് എക്സ്. ഇനി 25% ഇൻക്രീസ് ചെയ്തെങ്കിൽ നമുക്ക് എന്ത് പറയാം? 125% ഓഫ് എക്സ്. എഴുതുന്നത് എന്താണെന്ന് മനസ്സിലായോ? 10% 100 പ്ലസ് 10, 20% ഇൻക്രീസ് ചെയ്തെങ്കിൽ 120%, 100 പ്ലസ് 20 അല്ലെ. അപ്പൊ അതേപോലെ ഡയറക്റ്റ് എഴുതി ശീലിക്കുക.
ഇതേപോലെ 10% ഡിക്രീസ് ആയെന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 90% ഓഫ് എക്സ്. 20% ഡിക്രീസ് ആയെങ്കിൽ 80% ഓഫ് എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു നമ്പർ എക്സ് ഉണ്ട്, 10% ഇൻക്രീസ് ചെയ്താൽ 110% ഓഫ് എക്സ്, 10% ഡിക്രീസ് ചെയ്താൽ 90% ഓഫ് എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ അതേപോലെ ഇത് ശീലിക്കാം. അപ്പോൾ അതായത് ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ് അല്ലേ? 10% ഇൻക്രീസ് ആയാൽ 100 പ്ലസ് 10% ഡിക്രീസ് ആയാൽ 100 മൈനസ് 90. ഓക്കെ, ഇത് ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചിരുന്ന നമുക്ക് പെർസെൻറ്റേജിൽ നമുക്ക് എളുപ്പം പല ക്വസ്റ്റ്യനുകളും ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുമ്പോഴും ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇക്വേഷൻസ് ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് പെർസെൻറ്റേജ് നന്നായിട്ട് പഠിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. If A is 25% more than B, then B is how much percent less than A? രണ്ട് നമ്പർ ഉണ്ട് നമ്മുടെ കയ്യിൽ, എ ബി അല്ലെ. എ ഈസ് 25% മോർ ദാൻ ബി. ഞാൻ പറഞ്ഞു നമ്മൾ ഈ പെർസെൻറ്റേജിൽ ഇപ്പം നമുക്ക് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 125% ഓഫ് എക്സ് എന്ന് എഴുതാം. അതിലൊക്കെ നല്ലത് ഏതാണ്? 100 എന്ന് അസ്യൂം ചെയ്യുന്നതാണ് അല്ലേ. ബി 100 ആയിട്ട് അസ്യൂം ചെയ്താൽ എ എന്തായിരിക്കും? 25% കൂടുതൽ. അതായത് 125% ഓഫ് എക്സ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് 125% ഓഫ് 100, ദാറ്റ് ഈസ് 125 അല്ലേ. 125 ആണ് നമ്മുടെ എ. ഇനിയും ചോദിക്കുന്നത് എന്താ? ബി ഈസ് ഹൗ മച്ച് പെർസെന്റ് ലെസ് ദാൻ എ, അതായത് പെർസെന്റേജ് ലെസ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന് ചെയ്തില്ലായിരുന്നോ പെർസെന്റേജ് ലെസ് കാണാൻ? എന്താ ചെയ്തത്? നമ്മുടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, പെർസെന്റേജ് ലെസ് കാണുക. എന്താ ചെയ്താൽ മതി? ഡിഫറൻസ് എടുക്കുക. 25 താഴെ എന്ത് വരും? ലെസ് ചോദിച്ചത് കൊണ്ട് ലാർജർ നമ്പർ ആയിരിക്കും, ദാറ്റ് ഈസ് 125. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം, ലെസ് ദാൻ എ, എയേക്കാൾ എത്ര കുറവാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എ താഴെ വരും. ക്ലിയർ അല്ലേ? ഇൻറ്റു 100. ഓക്കെ ആണോ? സോൾവ് ചെയ്ത് 25 ഇൻറ്റു 5 അല്ലേ 125. സോ കട്ട് ചെയ്തു, 5 100 കൂടെ കട്ട് ചെയ്താൽ 20, ദറ്റ് ഈസ് 20% ആണ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ 100 എന്ന് അസ്യൂം ചെയ്യുക, ദെൻ രണ്ട് നമ്പേഴ്സ് എഴുതുക, പിന്നെ പെർസെൻറ്റേജ് ലെസ് ആണോ പെർസെൻറ്റേജ് മോർ ആണോ എന്താണോ ചോദിക്കുന്നത് അതേപോലെ എഴുതുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഇൻകം ഓഫ് റാം ഈസ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് ഷ്യാം, ദെൻ ഇൻകം ഓഫ് ഷ്യാം ഈസ് വാട്ട് പെർസെന്റ് ലെസ് ദാൻ റാം? രണ്ടുപേരുടെ ഇൻകം പറഞ്ഞേക്കുവാണ്, അതായത് റാം ഉണ്ട്, ഷ്യാം ഉണ്ട്. ഓക്കെ, റാമിന്റെ ഇൻകം 20% മോർ ആണ് ഷ്യാമിനേക്കാൾ. സോ ഷ്യാം 100 ആണ് ഇൻകം നമ്മൾ അസ്യൂം ചെയ്താൽ റാമിന്റെ ഇൻകം എന്തായിരിക്കും? 120 ആയിരിക്കും. ഇനി ചോദിക്കുന്നത് എന്താ? ഇൻകം ഓഫ് ഷ്യാം ഈസ് വാട്ട് പെർസെന്റ് ലെസ് ദാൻ റാം. അപ്പൊ രണ്ട് എണ്ണം ഉണ്ട്, നമ്മളുടെ പെർസെൻറ്റേജ് ലെസ് ചോദിക്കുന്നു. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 20 ബൈ ലാർജർ നമ്പർ എഴുതുക, അല്ലെങ്കിൽ ഇൻകം പെർസെൻറ്റേജ് ലെസ് ദാൻ റാം ആ ചോദിക്കുന്നത് അല്ലേ. സോ 120 ഇൻറ്റു 100 കട്ട് ചെയ്യുക, 6. 100 ബൈ 6 ദാറ്റ് ഈസ് 2 വെച്ച് കട്ട് ചെയ്താൽ 50/3 അല്ലേ. 50/3% എന്ന് പറയാം. നമ്മുടെ ഓപ്ഷൻ കിടക്കുന്നത് എങ്ങനെയാണ്? മിക്സഡ് ഫ്രാക്ഷനിലാണ് അല്ലേ. ഒന്നീ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഏതാണെന്ന് ഒന്നീ ഈ ഓപ്ഷനിൽ നിന്ന് നോക്കാം. നോക്കിയേ, 16 2/3 എന്ന് പറയുമ്പം എത്ര? അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷനിലോട്ട് മാറ്റിയേ. എങ്ങനെയാ? ഇതുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, 2 1/2 എങ്ങനെ മാറ്റുന്നത്? 2 ഇൻറ്റു 2 പ്ലസ് 1 അല്ലേ ബൈ 2, അതായത് 2 ഇൻറ്റു 2 4, 4 പ്ലസ് 1 5, 5/2. അതേപോലെ 16 2/3 എന്ന് മാറ്റിയ 16 ഇൻറ്റു 3 48, 48 പ്ലസ് 2 50, 50/3 അല്ലേ. അപ്പൊ ഇത് കറക്റ്റാ. അപ്പൊ ഓപ്ഷൻ ബി ആ, 50/3 16 2/3 ആണ്. അറിഞ്ഞിരിക്കണം, എല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ ഒന്ന് നോക്കിയേ, ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ളതിനെ എങ്ങനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാം ഒന്ന് പറഞ്ഞ് നോക്കിയേ. 50യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സാധാ പോലെ തന്നെ ഡിവിഷൻ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് വരും? ഇവിടെ 3 വന്നു, 26 18 2, റിമൈൻഡർ 2 കിട്ടി അല്ലേ. കോഷ്യന്റ് എന്ത് വന്നു, അല്ലെങ്കിൽ ആൻസർ ആയിട്ട് എന്ത് വന്നു അത് ആദ്യം എഴുതുക. ദെൻ റിമൈൻഡർ എന്ത് വന്നു അത് എഴുതുക. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ ഡിവൈസർ എഴുതുക. 16 2/3%. ഇത് അറിഞ്ഞിരിക്കുക. മനസ്സിലായോ? ഒരു ഫ്രാക്ഷൻ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് എഴുതുന്നത് അറിഞ്ഞിരിക്കുക. ഡിവൈഡ് ചെയ്യുക, കോഷ്യന്റും റിമൈൻഡറും ഒക്കെ കണ്ടുപിടിക്കുക. ദെൻ ആൻസർ അല്ലെങ്കിൽ കോഷ്യന്റ് എഴുതി, റിമൈൻഡർ ബൈ ഡിവൈസർ 16. ഓക്കെ, എവിടെയെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് എഴുതുക. കോഷ്യന്റ് റിമൈൻഡർ ബൈ ഡിവൈസർ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓപ്ഷൻസ് ഉള്ള ശ്രദ്ധിക്കുക, ഓപ്ഷൻസിൽ നിന്ന് നോക്കിയാലും മതി. 16 2/3% ചെയ്താൽ 15/3 കിട്ടും. സോ 15/3%. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length of a rectangle is increased by 60%. By what percent would the width have to decrease to maintain the same area? Okay,
ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് മുന്നേ ഞാൻ പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. A into B equal to C. അതായത് രണ്ട് ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊന്ന് കിട്ടുന്ന എല്ലാ കേസിലും ഒരു ടേം, അതായത് എ എന്ന് ആദ്യത്തെ ടേം അല്ലെങ്കിൽ ആദ്യത്തേന്നോ ഏതെങ്കിലും ഒരു ടേം X% അല്ലെങ്കിൽ ഒന്ന് കൂടിയാൽ, ഈ എ എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കേസിൽ ഈ ടേം എ എന്ന് പറഞ്ഞ ടേം കൂടിയാൽ ബി എന്ന് പറഞ്ഞ ടേം എന്തായിരിക്കും? ഇത് കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഇത് കുറയണം. ക്ലിയർ ആണോ? അതായത് നമുക്ക് പറയാം എയും ബിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഏരിയ. ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. അപ്പൊ ഏരിയ കോൺസ്റ്റന്റ് ആണ്, ഏരിയക്ക് മാറ്റം ഒന്നും വരരുത്. അപ്പൊ ലെങ്ത് കൂടിയാൽ ഏരിയക്ക് മാറ്റം ഒന്നും വരരുതെങ്കിൽ നമുക്കറിയാം ബ്രെഡ്ത്ത് കുറയ്ക്കണം അല്ലെ. അതാണ് ലെങ്തും ബ്രെഡ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ക്ലിയർ ആണോ? ഇനി നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഇതേപോലെ ഒരെണ്ണം പഠിച്ചായിരുന്നു അല്ലെ. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഡിസ്റ്റൻസ് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ അല്ലേ? നിങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ കയറി നോക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ടോപ്പിക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മളിത് പഠിച്ചാ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അതായത് സ്പീഡിന്റെ റേഷ്യോ നമുക്ക് A:B ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ തിരിച്ചിട്ടാൽ മതി B:. അതേപോലെ എല്ലായിടും രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറ്റൊന്ന് കിട്ടുന്ന എല്ലാ കേസിലും ഇവർ തമ്മിൽ എന്തായിരിക്കും? ഈ ടേംസുകൾ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് എ എന്ന് പറഞ്ഞതിന്റെ റേഷ്യോ A:B ആണെങ്കിൽ ബിയുടെ റേഷ്യോ എന്തായിരിക്കും? B:A തിരിച്ചിട്ടാ മതി. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്നേ. Length of a rectangle is increased by 60%. By what percent would the width have to be decreased to maintain the same area? അപ്പം നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ഇത് എളുപ്പം ചെയ്യാനുള്ള ഒരു വഴിയാണ്, ശ്രദ്ധിക്കാം. ലെങ്ത് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായി? നമ്മുടെ കയ്യിൽ ഇവിടെ എന്തുണ്ട്? ഒറിജിനൽ ലെങ്ത് ഉണ്ട്, ന്യൂ ലെങ്ത് ഉണ്ട് അല്ലെ. ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ 60% ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഒറിജിനൽ ലെങ്ത് 100 ആയിരുന്നെങ്കിൽ ന്യൂ ലെങ്ത് എന്തായിരുന്നു? 160 ആയേനെ. ക്ലിയർ അല്ലേ? 100 ആയിരുന്നെങ്കിൽ അത് 160 ആയേനെ. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യണമെങ്കിൽ, റേഷ്യോ അല്ല നമ്മൾ എഴുതിയേക്കുന്നത്, അപ്പൊ അത് കട്ട് ചെയ്യണമെങ്കിൽ അത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയും ചെയ്യാം. അപ്പൊ ഞാൻ കട്ട് ചെയ്യുവാണ്. 0 0 കട്ട് ചെയ്തു. അപ്പൊ ലെങ്തിന്റെ റേഷ്യോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 5:8 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ ലെങ്തിന്റെ റേഷ്യോ 5:8 ആണെങ്കിൽ ഏരിയക്ക് ഒരു മാറ്റവും വരരുതെങ്കിൽ ബ്രെഡ്ത്തിന്റെ റേഷ്യോ എന്തായിരിക്കും? ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. 8:5 ആണ്. മനസ്സിലായോ? അതായത് ഒറിജിനലി ബ്രെഡ്ത്ത് 8 ആയിരുന്നു, അത് മാറ്റം വന്നപ്പോൾ എത്രയായി? 5. ന്യൂ എന്ന് പറഞ്ഞാൽ 5 ആയി. അപ്പൊ എന്ത് കുറയുവാണോ കൂടുവാണോ ചെയ്തത്? കുറഞ്ഞു അല്ലെ. അത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബ്രെഡ്ത്ത് എത്ര കുറഞ്ഞു. ക്ലിയർ ആണോ? 8 ആയിരുന്ന ബ്രെഡ്ത്ത് എന്തായി? അത് 5 ആയി എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഡിക്രീസ് കണ്ടുപിടിക്കുക. എത്ര? അത് ഡിഫറൻസ് എടുക്കുക 3 അല്ലെ. ബൈ എത്ര ഡിക്രീസ് വെച്ചാൽ വലിയ വാല്യൂ എഴുതുക 8 into 100. ക്ലിയർ ആണോ? 3/8 into 100. 4 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 25, ഇവിടെ 2, that is 75/2. നോക്കിയേ. ഇനി ഏതാണെന്ന് നോക്കിയാൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കുക. നോക്കിയേ, ഓപ്ഷൻസ് ഇവിടെ 2 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഇതിനായിരിക്കും ആൻസർ. 37 into 2 ചെയ്ത് നോക്കുക, +1. ക്ലിയർ ആണോ? 74 + 1 75/2. ഓക്കെ ആണോ? ഇനി നിങ്ങൾ ഇത് കട്ട് ചെയ്യാതും വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. അതായത് ലെങ്ത് എന്ന് പറഞ്ഞത് ഒറിജിനൽ ലെങ്ത് 100, ന്യൂ ലെങ്ത് 160 അല്ലെ. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി. 160:100. ഓക്കെ. അപ്പൊ എത്ര? 160 ആയിരുന്ന ബ്രെഡ്ത്ത് 100 ആയി, അതായത് കുറഞ്ഞു അല്ലെ. ദാറ്റ് ഈസ് 60/160 into 100. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത്. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? മനസ്സിലായോ? അത് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലത്തെ കൺസെപ്റ്റ് തന്നെയാണ്. ക്വസ്റ്റ്യൻ വായിച്ചേ. The price of a sugar is increased by 20%. By what percent must the consumption of a sugar be decreased so that expenditure on the sugar may remain the same? എന്താണ്? ഷുഗർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ പ്രൈസ് 20% കൂടി.
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൺസംഷൻ എത്ര കുറച്ചാലാണ് എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക? ക്ലിയർ ആണോ? നമുക്കറിയാം പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒരു സാധനത്തിന്റെ വില ഇൻറ്റു അത് നമ്മൾ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു അതാണ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ ചെലവെന്ന് പറയുന്നത് അല്ലേ? സോ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ പ്രൈസും കൺസംഷനും തമ്മിൽ എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ? പ്രൈസ് കൂടിയാൽ കൺസംഷൻ കുറയണം, എന്നാലേ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞാൽ കൺസംഷൻ കൂട്ടണം, എന്നാലേ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആവത്തുള്ളൂ അല്ലെ? അപ്പൊ നേരത്തെ പോലെ തന്നെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഏരിയ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ ഈ ക്വസ്റ്റിനും. അപ്പൊ നമുക്ക് ആദ്യം പ്രൈസ് എഴുതാം. നോക്കിയേ, പ്രൈസ് ഒറിജിനൽ പ്രൈസ് ന്യൂ പ്രൈസ് എങ്ങനെ പറയാം? 100 ആയിരുന്നു ഒറിജിനൽ പ്രൈസ് എങ്കിൽ ന്യൂ പ്രൈസ് എത്രയായി? 20% ഇൻക്രീസ് ചെയ്തു, ദാറ്റ് ഈസ് 120 ആയി. ഓക്കെ, നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പൊ കട്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 5:6 എന്ന് കിട്ടും അല്ലെ? ഇനി കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിക്കോളാം, 120:100 അല്ലെ? തിരിച്ചെഴുതുകയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ 6:5. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്താ ഇനി എന്ത് കണ്ടത്? ഇതെന്ന് പറഞ്ഞാൽ കൺസംഷൻ ആണ്. കൺസംഷൻ എത്ര കുറഞ്ഞു എന്നാ ചോദിക്കുന്നത്, അതായത് പെർസെന്റേജ് ലെസ് അല്ലെ? ബൈ വാട്ട് പെർസെന്റ് the sugar, the consumption of sugar is decreased എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണം? 20 ബൈ ഏതാ ലാർജർ വാല്യൂ 120 into 100. ക്ലിയർ ആണോ? കട്ട് ചെയ്ത് 6 100 by 6 that is 50 by 3 അല്ലെ? 50 by 3 ഏതാണ്? 16 2/3%. 16 2/3%. ഇനി ഇതേപോലെ എഴുതാനാണെങ്കിൽ എന്തൊരു 1/6 into 100. ഓക്കെ, ക്ലിയർ ആണോ? Next question, if a number is increased by 40% then decreased by 20%, find the resultant change in the number. അപ്പോൾ നമ്മളുടെ ഒരു നമ്പർ ഉണ്ടായിരുന്നു 100, അതിനെ ആദ്യം 40% ഇൻക്രീസ് ചെയ്തു അല്ലെ? അപ്പം പുതിയ നമ്പർ എന്തായി? 140. അതിനെ വീണ്ടും എന്താ ചെയ്തു? 20% ഡിക്രീസ് ചെയ്തു. അതായത് 140 ആയിരുന്ന നമ്പറിനെ നമ്മൾ 20% ഡിക്രീസ് ചെയ്തു. അപ്പൊ പുതിയ നമ്പർ എന്തായി? ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് എന്നൊരു നമ്പർ ഉണ്ട്, 20% ഡിക്രീസ് 20% ഡിക്രീസ് വന്നാൽ എന്ത് വരും? നമ്മൾ 80% ഓഫ് എക്സ് എന്ന് എഴുതും അല്ലെ? 20% ഇൻക്രീസ് എന്ന് എഴുതിയാൽ 120% ഓഫ് എക്സ് എന്ന് എഴുതും. അതേപോലെ നമുക്ക് ഇവിടെ എഴുതാം, 140 ആയിരുന്നു, 20% ഡിക്രീസ് വന്നാൽ നമുക്ക് എഴുതാം 80% ഓഫ് 140 അല്ലെ? സോൾവ് ചെയ്യുമ്പോൾ ആൻസർ എന്തോ? 2 സീറോസും സീറോയും കട്ടായി പോയി, 14 into 8 അല്ലെ? 14 into 8 ദാറ്റ് ഈസ് 112. അതായത് 100 ആയിരുന്ന നമ്പർ 112 ആയെന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് കൂടി? കൂടുതൽ. അതായത് 140 കൂടിയപ്പോൾ നമ്മൾ 100 + 40 എന്ന് എഴുതിയില്ലേ? അതേപോലെ 100 റിസൾട്ടന്റ് ആയിട്ട് 112 ആയി എന്ന് പറഞ്ഞാൽ എന്താ കൂടിയത്? 12% ഇൻക്രീസ്. ക്ലിയർ ആണോ? അതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി, 12% ഇൻക്രീസ് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പോൾ നോക്കി, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു പെർസെന്റേജും കൂടെ പറയുവാണ്. അതായത് ആദ്യം 40% ഇൻക്രീസ് ചെയ്തു, 12% ഡിക്രീസ് ചെയ്തു, ഇനി 20% ഡിക്രീസ് ചെയ്തു, ഒരു 30% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ടെണ്ണയുള്ളെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കുക, അത് തന്നെ നമുക്ക് വേറെ പലയിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനും കൂടെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിലാണെങ്കിലും പെർസെന്റേജിന്റെ ഇതേപോലെ ചോദിക്കുന്ന മറ്റു ക്വസ്റ്റ്യനുകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതെല്ലാം ഞാൻ പറയാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു നമ്പറിനെ 40% ഇൻക്രീസ് ചെയ്തു അല്ലെ? അപ്പൊ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാം. നോക്കിയേ, ഒരു നമ്പർ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ ആദ്യം X% ചേഞ്ച് ഉണ്ടായി. ഞാൻ ചേഞ്ച് എന്നേ പറഞ്ഞുള്ളൂ, അത് ഇൻക്രീസ് ആകാം ഡിക്രീസ് ആകാം. അതേപോലെ Y% ചേഞ്ച് ഉണ്ടായി എങ്കിൽ റിസൾട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ, പറഞ്ഞ മനസ്സിലായോ? ഒരു നമ്പറിന് ആദ്യം X% ചേഞ്ച് ഉണ്ടായി, പിന്നീട് അതിന് Y% ചേഞ്ച് ഉണ്ടായി എങ്കിൽ റിസൾട്ടന്റ് ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം X + Y + XY/100%. ക്ലിയർ ആണോ? ഇവിടെ ഞാൻ ചേഞ്ച് എന്ന് പറഞ്ഞു അല്ലെ? ഇൻക്രീസ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എക്സിന് പ്ലസ് കൊടുക്കുക, എക്സ് എന്നല്ല Y ആണെങ്കിലും. ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പം ഇത് പഠിച്ചിരിക്കുന്ന നമുക്ക് നല്ലതാണ്. മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് ഇത് വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഒരു നമ്പർ ഉണ്ടായിരുന്നു, അതിന് X% ചേഞ്ച് ഉണ്ടായി, പിന്നീട് അതിന് Y% ചേഞ്ച് ഉണ്ടായി എങ്കിൽ റിസൾട്ടന്റ് ആയിട്ട് എന്ത് ചേഞ്ച് ആണ് ഉണ്ടെന്ന് ചോദിച്ചാൽ X + Y + XY/100%. ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ നിങ്ങൾക്ക് പ്ലസ് ആ കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻക്രീസ് ആണെന്ന്. ഇനി ചെയ്ത് കിട്ടുന്നത് മൈനസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഡിക്രീസ് ആണെന്ന്.
ക്ലിയർ ആണോ? അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നത് എങ്ങനെ, ആദ്യം 40% ഇൻക്രീസ്, പിന്നെ 20% ഡിക്രീസ് അല്ലെ. ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. അപ്പൊ നമുക്ക് ചെയ്യാം 40 20 ഡിക്രീസ്, അതുകൊണ്ട് -20 -20. ഇവിടെ ഒരു ടേമിന് മൈനസ് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആവുമല്ലോ. സോ നെഗറ്റീവ് 40 × 20/100. സോൾവ് ചെയ്ത 0 0 2 0 കട്ടായി. 40 - 20 20 20 - 4 × 2 8 അല്ലെ, 12 എന്ന് കിട്ടി. നമ്മുടെ കിട്ടിയ ആൻസർ പ്ലസ് അല്ലേ, ദാറ്റ് മീൻസ് 12% ഇൻക്രീസ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഒറ്റ ഈ ഇക്വേഷൻ പഠിച്ചാൽ 2 എണ്ണേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം ചെയ്തിട്ട് വീണ്ടും ഒരു ഇക്വേഷൻ കൂടെ ചെയ്യണം. അപ്പൊ അതിലെളുപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇങ്ങനെ നമ്പേഴ്സ് കണ്ടുപിടിച്ചാൽ. അതുകൊണ്ട് 2 രീതിയും ഞാൻ പറഞ്ഞത്, 2 രീതിയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the length and breadth of a rectangle is increased by 20% and 30% respectively, by how much percent the area of a rectangle is increased? നോക്കിയേ, ഇതാണ് ലെങ്ത് 20% ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് 30% ഇൻക്രീസ് ചെയ്തു എങ്കിൽ ഏരിയക്കുണ്ടായ ചേഞ്ച് ആണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഏരിയ എന്ന് പറയുന്ന കേസിൽ ഏരിയ കോൺസ്റ്റന്റ് ആണെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു അല്ലെ. നോക്കിയേ, ലെങ്ത് ഇൻറ്റു അല്ലെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു സി, നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊന്ന് കിട്ടുന്ന കേസിൽ ഈ ഫസ്റ്റ് ടേം x% ചേഞ്ച് ഉണ്ടായി, ബിക്ക് y% ചേഞ്ച് ഉണ്ടായെങ്കിൽ സിക്ക് ഉണ്ടായ ചേഞ്ച് ചോദിച്ചാൽ നമ്മളിപ്പോ പഠിച്ച അതേ ഇക്വേഷൻ x + y + xy/100%. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലായി. 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊന്ന് കിട്ടുന്ന എല്ലാ കേസിലും ഫസ്റ്റ് ടേമിന് x%, ഞാൻ പറഞ്ഞ ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞത്, അത് ഇൻക്രീസ് ആകാം ഡിക്രീസ് ആകാം. ഓക്കെ, x% ചേഞ്ച് ഉണ്ടായി, രണ്ടാമത്തതിന് y% ചേഞ്ച് ഉണ്ടായി എങ്കിൽ അതിന്റെ പ്രോഡക്റ്റിന് വന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇതേ ഇക്വേഷൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തോളുക. x + y + xy/100%. നോക്കിയേ, ഇവിടെ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഏരിയ ആണ് അല്ലെ. ആ ലെങ്ത് 20% ഇൻക്രീസ് ആയി, ബ്രെഡ്ത്ത് 30% ഇൻക്രീസ് ആയി എങ്കിൽ ഏരിയക്കുണ്ടായ ചേഞ്ച് ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, x 20 y 30 അല്ലെ, എല്ലാം ഇൻക്രീസ് ആയതിന്റെ പ്ലസ് 20 × 30/100. സോൾവ് ചെയ്ത 0 0 കട്ട് ചെയ്യാം. 20 + 30 50, 50 + 6 56%. ഓക്കെ അല്ലെ, 50 നമുക്ക് കിട്ടിയ ആൻസർ പ്ലസ് ആണ്. സോ 56% ഇൻക്രീസ് അല്ലെ, പെർസെന്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതേപോലെയുള്ള ഇത് നമ്മുടെ ഇപ്പൊ ഈ ഒരു ഏരിയ എങ്ങനെ പറഞ്ഞ ലെങ്തിന്റെ ബ്രെഡ്ത്ത് ഈക്വൽ ടു ഏരിയ, ഇതേപോലെ സ്ക്വയർ സൈഡ് ഇൻക്രീസ് ചെയ്താൽ അല്ലെ, നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, സൈഡ് സ്ക്വയർ ആണ്, a × a അല്ലെ. അപ്പൊ ഇതേപോലെ ഏരിയയുടെ ഒക്കെ ഇക്വേഷൻ വരുന്നിടത്തെല്ലാം ഇത് ചെയ്യാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു ഒരു പ്രൈസും കൺസംഷനും, അതും അവിടെ അപ്ലൈ ചെയ്യാം. ഒരു സാധനത്തിന്റെ പ്രൈസ് 20% ഇൻക്രീസ് ചെയ്തു, അതിന്റെ കൺസംഷൻ 30% ഇൻക്രീസ് ചെയ്തു, അപ്പൊ അതിന്റെ എക്സ്പെൻഡിച്ചറിന് എന്ത് ചേഞ്ച് വരും, അതേപോലെ എല്ലായിടും നമുക്ക് ഇതേപോലത്തെ ഈക്വേഷൻ അപ്ലൈ ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.